കേരളത്തിലെ അമ്മമാർ ഏറ്റുപാടിയ ഒരു താരാട്ടുണ്ടായിരുന്നു. മലയാളികൾ മറക്കാത്ത ഒരു താരാട്ട്. എണ്ണ തേച്ച് കുളിപ്പിക്കാൻ അതുപോലെ ഒരു ബാലഗോപാലൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഒട്ടുമിക്ക അമ്മമാരും ആഗ്രഹിച്ചു പോയിട്ടുണ്ടാവാം. മറ്റാരുമായിരുന്നില്ല, അവനായിരുന്നു അപ്പൂസ്, പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഈ ചിത്രത്തിലെ നായകനായ മമ്മൂട്ടിയേക്കാളും നായികയായ ശോഭനയെക്കാളും ഏറെ തിളങ്ങി നിന്നത് എന്റെ അഭിപ്രായത്തിൽ അപ്പൂസ് തന്നെയാണ്. ഈ അപ്പൂസ് അഥവാ ബാദുഷ ഇന്ന് എവിടെയാണ്? ഇതാണ് ബാദുഷ, നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ സ്വന്തം അപ്പൂസ്. 18 വർഷങ്ങൾക്ക് ശേഷമാണ് ക്യാമറയുടെ മുമ്പിൽ ബാദുഷ എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നീണ്ട കാലയളവിൽ എന്തൊക്കെ സംഭവിച്ചു, അന്നത്തെ പോലെ വല്ല കുസൃതികളൊക്കെ ഒപ്പിച്ചു പോരുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ചോദിച്ചാലോ, എവിടെയായിരുന്നു ഈ 18 വർഷം? 18 വർഷമായല്ലേ? എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അപ്പൂസ് എന്നും ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പോരാതെ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ അപ്പൂസ് എന്നാണ് വിളിക്കാറ്. അതുകൊണ്ട് എനിക്ക് ഒരു നീണ്ട ഗ്യാപ്പ് തോന്നിയിട്ടില്ല. അപ്പൂസ് എന്നും ആളുകളുടെ മനസ്സിലുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ 18 വർഷം ഞാൻ എന്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു. ഞാനിപ്പോ MBA കഴിഞ്ഞു. ഇപ്പോ ഞാൻ എന്റെ ഫാദറെ സഹായിച്ചുകൊണ്ടിരിക്കുക. ഫാദറിന് ബിസിനസ്സാണ്, ഫാദറിന് മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. ഫാദറിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബാദുഷ എങ്ങനെ മമ്മൂക്കയുടെ സ്വന്തം അപ്പൂസായി മാറി? ആ കഥയും നമുക്ക് കേൾക്കാം. ഞാൻ അപ്പൂസായ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ സ്കൂൾ ലെവലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പഠിച്ചിരുന്നത് 7th ഡേ അഡ്വന്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു, കലൂര്, എറണാകുളത്ത്. അവിടെ ഡയറക്ടർ അശോകൻ ദാഹയുടെ മകൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ മകന്റെ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സ്മൈലിംഗ് കോntest കണ്ടക്ട് ചെയ്തായിരുന്നു സ്കൂളിൽ. ഈ സ്മൈലിംഗ് കോntestൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെ അത് അശോകൻ ദാഹ കണ്ടു, പുള്ളിക്ക് എന്നെ ഇഷ്ടപ്പെട്ട്. അങ്ങനെ പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഫിലിം, ഒരു സാന്ദ്രം എന്ന് പറഞ്ഞ ഫിലിമിലേക്ക് എന്നെ സെലക്ട് ചെയ്തു. അത് ഇന്നസെന്റ് സാറും സുരേഷ് ഗോപി അങ്കിളും കൂടി അഭിനയിച്ചൊരു ഫിലിമായിരുന്നു. ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു, പാർവതി ചേച്ചി, സായികുമാർ, ഒരുപാട് നടന്മാരുണ്ടായിരുന്നു. അങ്ങനെ ആ ഫിലിം കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു ഫിലിം വന്നു, വ്യൂഹം എന്നും പറഞ്ഞു. അത് തമിഴിലെ നടൻ രഘുവരൻ സാറ് മലയാളത്തിലെ ഹീറോ ആയിട്ട് അഭിനയിച്ചൊരു ഫിലിമായിരുന്നു. അതില് സുകുമാരൻ സാറിന്റെ മകനായിട്ടായിരുന്നു എന്റെ റോള്. അങ്ങനെ ആ ഫിലിം കഴിഞ്ഞിട്ട് ഫാസിൽ സാറിന്റെ ഈ പപ്പേഴ്സന്റെ അപ്പൂസിന്റെ പ്രൊജക്ട് വരുന്നത് അങ്ങനെ. അപ്പൊ എന്റെ അങ്കിളാണ് കൊച്ചിൻ ഹനീഫ. അപ്പൊ ഫാസിൽ സാർ ഇങ്ങനെ അങ്കിളായിട്ട് കൺസൾട്ട് ചെയ്യണ്ടായി, ഇങ്ങനെ ഒരു ഫിലിം ഉണ്ട്, അതിലൊരു ബാലതാരത്തിന് ആവശ്യമുണ്ട് എന്നുള്ളൊരു, അങ്ങനെ അങ്കിളായിട്ട് കൺസൾട്ട് ചെയ്തു. അപ്പൊ അങ്കിൾ എന്നെ വിളിച്ച് ചോദിച്ചു, നിനക്ക് ഇങ്ങനെ ഈ ഫിലിമിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ ഞാൻ അങ്കിളോട് പറഞ്ഞു താല്പര്യമുണ്ട്. അങ്ങനെ ആലപ്പുഴയിലായിരുന്നു സെറ്റ്. അപ്പൊ ഫാസിൽ സാറിന്റെ സെറ്റിലേക്ക് ഞാനും അങ്കിളും കൂടി പോയി. അവിടെ ചെന്നപ്പോ മമ്മൂക്കയായിട്ടുള്ളൊരു ഷോട്ടായിരുന്നു ആദ്യം. മമ്മൂക്ക എന്നെ തല്ലുന്നൊരു സീനായിരുന്നു ആദ്യം. ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന ഒരു സീൻ. അതില് മമ്മൂക്ക എന്നെ എടുത്ത് തല്ലി ഞാൻ കരഞ്ഞ് പിണങ്ങി പോകുന്നൊരു സീനായിരുന്നു. ഫാസിൽ സാർ അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഷോട്ട് ഉണ്ട്, അത് ഇങ്ങനെ അഭിനയിച്ച് കാണിക്കാൻ മോനിക്ക് പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഷോട്ട് എടുത്തു. ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആയി. ഫാസിൽ സാറിന് എന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഫിലിമിലേക്ക് എന്നെ സെലക്ട് ചെയ്യാനുണ്ടായി. അങ്ങനെയാണ് ബാദുഷ അപ്പൂസ്. നമ്മുടെ ബാദുഷ ഉണ്ടല്ലോ, ഈ അപ്പൂസ്, നമ്മുടെ അപ്പൂസ് കൊച്ചിലെ മുതിർന്നവരോടൊക്കെ ഭയങ്കര ബഹുമാനമുള്ള ഒരു കുട്ടിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ഈ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറഞ്ഞ സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ആ സിനിമയിലൊരു സീൻ, ശങ്കരാടിയുടെ അടുത്ത് ശങ്കരാടി എന്തോ ചീത്ത പറയുന്ന സമയത്ത് ഉടുത്തിരുന്ന ടവലൂരി ഇങ്ങനെ കാണിച്ച് ഡാൻസ് ചെയ്ത് കളിയാക്കുന്ന ഒരു സീൻ നമ്മളെല്ലാവരും, രസകരമായ ഒരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ നമ്മുടെ ഈ ബാദുഷ അഭിനയിക്കില്ല. കാരണം വേറൊന്നുമില്ല, മുതിർന്നവരോട് അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല, അത് തെറ്റാണ്, ഒരു അപമാനിക്കുന്ന രീതിയിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ നല്ല പക്വതയുള്ള, ചെറുപ്പത്തിൽ ഭയങ്കര പക്വതയുള്ള ഒരു കുട്ടിയായിരുന്നു നമ്മുടെ ബാദുഷ എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാനിവിടെ വന്ന് കണ്ട് പരിചയപ്പെട്ടപ്പോ എനിക്ക് അതിനകത്ത് എന്തോ അത്ര എന്തോ ഒരു ശരിയല്ലാത്ത പോലെ തോന്നി. എന്താണ് എന്റെ അവസ്ഥ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു?
ആക്ച്വലി ഞാൻ വാശി കാണിച്ചത് ബഹുമാനം കൊണ്ടൊന്നുമല്ല. ഞാൻ എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇത്ര ആളുകൾ നിൽക്കുന്നു, അവരുടെ മുമ്പിൽ തുണിയൂരി കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ ആരായാലും സ്വാഭാവികങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. പിന്നെ എനിക്കറിയില്ല, എന്നെ കുറിച്ച് കേട്ടേക്കുന്ന ഞാൻ ഒരു വളരെ വാശിയുള്ള ഒരു കുട്ടിയായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഷോട്ട് തുടങ്ങാൻ നേരത്ത് എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ ഷോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് മൂഡ് ഓഫ് ആയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ ആര് വിളിച്ചാലും വരില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ ഫാസിൽ സാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ഞാൻ രാവിലെ എന്തെങ്കിലും പറഞ്ഞ്, ഇപ്പൊ വീട്ടില് ഫാദറാണ് എന്റെ ഒപ്പം വരാറ് ഷൂട്ടിങ്ങിന്. ഫാദർ വന്ന് ഫാദറായിട്ട് എന്തെങ്കിലും പറഞ്ഞ് തല്ലുപിടിച്ച് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങില്ല, റൂമിൽ തന്നെ ഇരിക്കും. അപ്പൊ ഫാസിൽ സാറല്ല, ആരും ഒന്ന് വിളിക്കുമ്പോഴും ഞാൻ വരൂല എന്നൊക്കെ പറഞ്ഞ് കരച്ചിലും ബഹളമാണ്. അപ്പൊ ഫാസിൽ സാർ റൂമിൽ ഒരുപാട് ചോക്ലേറ്റ് ഒക്കെ ആയിട്ടൊക്കെ വന്ന് കുറെ തമാശയൊക്കെ പറഞ്ഞ് എന്നെ ഒരു നല്ല പ്ലസന്റ് മൂഡാക്കിയിട്ടാണ് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് കൊണ്ടുവരാറ്. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളെയൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു താരാട്ട് പാട്ടാണ് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ഓലത്തുമ്പത്തിലെ മുഴുവലാടും ചെല്ലപ്പയങ്കി. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ സിനിമ കണ്ടിട്ടുള്ളപ്പോ ഏറ്റവും കൂടുതൽ അസൂയ, അതൊരു അന്നത്തെ കാലത്ത് വേണമെങ്കിൽ പറയാമോ ഒരു ദേഷ്യം, കുശുമ്പ് എന്നൊക്കെ പറയാം, ഇങ്ങനെ തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പുറകിൽ നിൽക്കുന്നത്. അതും പാടുന്നത് ശോഭനയാണ്. സ്ക്രീനിൽ ശോഭന പാടിക്കൊടുക്കുകയാണ് ഈ ചെറിയ പയ്യന് വേണ്ടിയിട്ട്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഏതായാലും ജീവിതത്തിൽ ഇതുപോലെ താരാട്ട് പാട്ടുകൾ ഇഷ്ടമാണോ? ഇങ്ങനെ താരാട്ട് പാട്ടുകൾ ഉമ്മ പാടിക്കൊടുത്തിട്ടുണ്ടോ ഭാവിഷ്യത്തിൽ? താരാട്ടുപാട്ട് എനിക്ക് ഇഷ്ടമാണ്. താരാട്ടുപാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് ജീവിതത്തിൽ താരാട്ടുപാട്ട് എന്റെ ഉമ്മ പാടി തന്നിട്ടില്ല. കാരണം ഞാൻ കിടക്കാതെ അവിടെ ഇരിക്കുമ്പോൾ ഉമ്മ എന്നോട് പോയി കിടന്നുറങ്ങണം, അപ്പൊ എന്നോട് പറയാറ്. പിന്നെ അപ്പൂസിലെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. കാര്യം ഞാൻ എവിടെ ചെല്ലുമ്പോഴും, ഏതെങ്കിലും എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴും, എവിടെ ചെന്നാലും അവിടെയുള്ള ആളുകൾ എന്നെ കാണുമ്പോൾ ഈ ഓലത്തുമ്പത്ത് എന്നുള്ള പാട്ട് പാടും. എന്നെ എപ്പോ കാണുമ്പോഴും പിള്ളേരെ ആ പാട്ട് ഇങ്ങനെ പാടി കളിയാക്കാറുണ്ട്. അതേപോലെ തന്നെ അപ്പൂസിലെ താരാട്ടുപാട്ട് ഇളയരാജ സാറും ബിച്ചു തിരുമല സാറും കൂടി ഒരുമിച്ച് ചെയ്തൊരു സോങ്ങാണ്. അത് എന്റെ അഭിപ്രായത്തിൽ ഇന്നും മലയാള പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗാനമായിട്ട് എനിക്ക് തോന്നിയേക്കണം. അത്രക്കൊരു എവിടെ ചെന്നാലും, ഇപ്പൊ ചാനലിലാണെങ്കിലും ആ പാട്ട് എപ്പോഴും വരാറുണ്ട്. ഇപ്പൊ AC അങ്ങനെയുള്ള ഈ ആളുകൾ സെലക്ട് ചെയ്യുന്ന സോങ്സ് ഉണ്ട്. ഈ കുറെ ചാനലുകളിൽ ആളുകൾ സെലക്ട് ചെയ്യുന്ന, അതിലും അപ്പൂസിലെ സോങ്സ് സെലക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ പാട്ട് എന്റെയും ഏറ്റവും ഒരു പ്രിയപ്പെട്ട പാട്ടാണ്. പിന്നെ അതിന്റെ ഷൂട്ടിംഗ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാര്യം എല്ലാവരും, ഫാസിൽ സാറ് ശോഭനാന്റിക്ക് ഇങ്ങനെ ഈ സോങ് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി, അത് പുള്ളി ഇങ്ങനെ സാരിയൊക്കെ ചുറ്റി അഭിനയിച്ചൊക്കെ കാണിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പിന്നെ എന്നോട് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയും, നീ ഭാഗ്യവാനാണ്, ശോഭന നിന്നെ താരാട്ടുപാടി ഉറക്കിയിട്ടുണ്ട്, അങ്ങനെ എന്നെ കളിയാ. പിന്നീട് ഒരിക്കലും നമ്മൾ ഈ ബാദുഷ ഒരു ബാലതാരമായിട്ട് നമ്മളിത് കണ്ടിട്ടില്ല. എന്താണോ എന്തോ അതിന്റെ കാരണം? ആക്ച്വലി ഞാൻ പിന്നീട് എന്താണ് വരാഞ്ഞതെന്ന് എനിക്കും അറിയില്ല. ആ ഒരു ലിങ്ക് എങ്ങനെ വിട്ടുപോയി എന്നുള്ളത് എനിക്കും അറിയില്ല. കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്റെ ഫാദറാണെന്ന് തന്നെ ഷൂട്ടിങ്ങിനെല്ലാം കൊണ്ടുപോയിരുന്നത്. പിന്നെ എന്റെ ഫാദർ ഒരു ബിസിനസ്മാനാണ്. പുള്ളിക്ക് ഇങ്ങനെ സിനിമയുടെ ഇതിൽ പോകാനോ ആളുകളെ മീറ്റ് ചെയ്യാനുള്ള ടൈം ഗ്യാപ്പ് കിട്ടില്ലായിരുന്നു. അപ്പൊ അത് കാരണമാകാം. പിന്നെ ഇത്രയും കാലം കൊണ്ട് ഞാൻ എന്റെ സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമുണ്ട്. ഈ ഫിലിം പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറഞ്ഞ ഫിലിം എനിക്ക് ഇപ്പോഴും എവിടെ ചെന്നാലും എന്നെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു ഭാഗ്യം ഇന്നും ആളുകളുടെ മനസ്സിൽ നിൽക്കാനും കിട്ടിയ ഒരു ഭാഗ്യം, അതെനിക്കൊരു വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇത്രയും നാളും. ഇനി ഒരു ഫിലിം ഇത്രയും നാൾ ചെയ്തില്ല എന്ന് വിചാരിച്ച് അതിന്റെ ഒരു സങ്കടം എനിക്കില്ല. കാര്യം ഈ അപ്പൂസിൽ ഞാൻ അത്രക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്നും ആളുകൾ ഞാൻ ചെല്ലുമ്പോൾ എന്നെ അത്രക്ക് ഒരു സ്നേഹത്തോടെ എല്ലാവരും എന്നോട് പെരുമാറുന്നത്. അപ്പൂസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വന്ന് പരിചയപ്പെടുകയും നല്ല അഭിനയമായിരുന്നു. ഇപ്പോഴും 18 കൊല്ലം കഴിഞ്ഞിട്ടും നന്നായി അഭിനയിച്ചായിരുന്നു എന്റെ അടുത്ത് ഇപ്പോഴും വന്ന് പറയുന്ന ആളുകളുണ്ട്. എന്തായാലും പ്രേക്ഷകരെല്ലാരും ഇത്ര നാൾ ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ അതിനകത്തൊരു ചെറിയൊരു പോസ് ഉണ്ട്. കാരണം ഇനി അങ്ങോട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത്. ഇപ്പോ യുവതാരങ്ങളുടെ ഒരു കാലഘട്ടമാണ്. തിരിച്ചു വരാനുള്ള ശ്രമമാണോ? എനിക്കും പ്രതീക്ഷയില്ലാതില്ല. ഞാനും ഫിലിം ഇൻഡസ്ട്രിയിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. എനിക്കും നല്ല ചാൻസ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക്. പിന്നെ എനിക്കൊരു നഷ്ടമുണ്ടായി ഇതിന്റെ ഇടയ്ക്ക്. എന്റെ അങ്കിള് കൊച്ചിൻ ഹനീഫ, അങ്കിളും ഞാനും തമ്മിലുള്ള റിലേഷനിൽ അങ്കിൾ എന്നോട് പറഞ്ഞിരുന്നതാണ്,
നിനക്ക് ഫിലിമിൽ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഞാനായിട്ട് തന്നെ തരാം, നല്ലൊരു ഡയറക്ടറെ നമുക്ക് സമീപിച്ചിട്ട് നിനക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, നിനക്ക് നല്ലൊരു എൻട്രി ഞാൻ ശരിയാക്കി തരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നാണ്. പക്ഷേ പുള്ളി മരിച്ചുപോയി. അത് കാരണം എനിക്ക് ആ ഒരു ഭാഗ്യം നഷ്ടപ്പെട്ടു. അങ്കിളുടെ ഒരു നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തീരാ നഷ്ടമാണ്. അങ്കിളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹുസൈനിഫ് അങ്കിള് പേഴ്സണലായിട്ട് പുള്ളിനെ കുറിച്ച് എനിക്ക് കുറെ പറയാനുണ്ട്. എനിക്കും എൻ്റെ ഫാമിലിക്കും ഒരു കാണപ്പെട്ട ദൈവം എന്ന് തന്നെ പറയാം അങ്കിള്. അങ്ങനെയായിരുന്നു. അതുപോലെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്കാണെങ്കിൽ തന്നെ എത്രയോ ആളുകൾ ഇപ്പോഴും പുള്ളിയുടെ വേർപാടിൽ സങ്കടപ്പെടുന്ന ആളുകളുണ്ടാവും. പുള്ളിക്ക് അത്രക്കൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. ജീവിതത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ഈ ബന്ധങ്ങൾ എപ്പോഴും ഒത്തുചേർത്ത് നിർത്തിവെച്ചൊരു വ്യക്തിയാണ് പുള്ളി. പുള്ളിനെ ഇഷ്ടമല്ലാത്തൊരു മെമ്പർ പോലും ഞങ്ങളുടെ ഒന്നും ഫാമിലിയിൽ ഉണ്ടാവില്ല. അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പുള്ളിയുടെ നഷ്ടം ഫിലിം ഇൻഡസ്ട്രിക്ക് ഉള്ളതിലും വളരെ അധികമാണ് എനിക്കും എൻ്റെ ഫാമിലിക്കും, അതേപോലെ തന്നെ പുള്ളിയുടെ ഫാമിലിക്കും. പുള്ളിക്ക് 2 ചെറിയ പിള്ളേരുണ്ട്, 2 ട്വിൻസാണ്, സഫ മർവ. 2 ചെറിയ ആന്റി ഉണ്ട്. ആന്റി പുള്ളിയുടെ ഇപ്പോഴത്തെ എറണാകുളത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും തന്നെ തീരെ നഷ്ടമാണ് അങ്കിളുടെ വേർപാട്. ഇനി ഒരിക്കലും ഒരാളും അതിന് പകരം വെക്കാൻ. കൊച്ചിൻ ഹനീഫയെ പോലെ പ്രശസ്തരായ കലാകാരന്മാരുള്ള കുടുംബത്തിൽ നിന്നാണ് ബാദുഷ വന്നിരിക്കുന്നത്. കുടുംബത്തിൽ ആരൊക്കെയാണ് മറ്റു പ്രശസ്തരെന്ന് നമുക്ക് ചോദിക്കാം. അതെ, എന്റെ ഫാമിലിയിൽ കൊച്ചിൻ ഹനീഫ് അങ്കിളായിരുന്നു ഏറ്റവും എല്ലാവരും റോൾ മോഡൽ അങ്കിളായിരുന്നു. അതേപോലെ തന്നെ എന്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ ഫാദർ, എന്റെ വാപ്പ, ഉമ്മ, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. ഫാദർ ബിസിനസ് ചെയ്യണതാണ്, പിന്നെ സിസ്റ്റർ PG കോഴ്സ് പഠിക്കണതാണ്. എനിക്ക് ഏറ്റവും സപ്പോർട്ട് എന്റെ ഫാമിലിയാണ്. എന്റെ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ എന്റെ അങ്കിളെ പോലെ തന്നെ, ഉമ്മയുടെ ജ്യേഷ്ഠനെ പോലെ തന്നെ നല്ലൊരു നടനാണെന്നാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ കൊച്ചിൻ ഹനീഫ് അങ്കിൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെങ്ങൾ എന്റെ ഉമ്മയായിരുന്നു. പുള്ളിക്ക് ഭയങ്കര കാര്യമായിരുന്നു എന്റെ ഉമ്മ. അതുപോലെ തന്നെ തിരിച്ചും എന്റെ ഉമ്മാക്കും വലിയ കാര്യമായിരുന്നു കൊച്ചിൻ ഹനീഫ് അങ്കിളെ. അതുകൊണ്ട് ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ പഠിച്ച ഒരു വലിയ ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെ ഒന്നും ആവണമെന്നല്ല. ഉമ്മയുടെ ആഗ്രഹം ഞാനൊരു നടനാണെന്ന് തന്നെയാണ്. അത് സാധിക്കണമെന്ന് എനിക്കുണ്ട്. എന്റെ ഒരു ആഗ്രഹം അത്. എല്ലാ കലാകാരന്മാരെ പോലും വലിയൊരു നടനാവുക എന്നുള്ളത് തന്നെയാണ് ബാദുഷയുടെയും ആഗ്രഹം. നമ്മളിപ്പോ കേട്ടു. ഈ അപ്പൂസിനെ ഇപ്പോഴും നമ്മളെല്ലാരും നെഞ്ചിലേറ്റ് നടക്കുന്നു. വഴിയിൽ എവിടെയെങ്കിലും കണ്ട് നിങ്ങൾ തിരിച്ചറിയാറുണ്ടോ ബാദുഷയെ, നമ്മുടെ അപ്പൂസിനെ? തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോഴും എന്നെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. ചെറിയ പ്രായത്തിൻ്റെതായ ചെറിയ മാറ്റങ്ങൾ മുഖത്ത് വന്നിട്ടുണ്ടെങ്കിലും എന്നെ ആളുകൾ ഇപ്പോഴും തിരിച്ചറിയാറുണ്ട്. ചെറിയ താടി മീശയൊക്കെ കാര്യമായിട്ടില്ലെങ്കിലും പക്ഷേ ആളുകൾക്ക് ചെറുതായിട്ട് ചിലവർക്ക് മനസ്സിലാകാറില്ല. എന്നാലും ഇങ്ങനെ നോക്കിയ എന്റെ ഫേസിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. ഞാൻ ചിരിക്കുമ്പോഴത്തേക്ക് അവർ പറയും ബാദുഷ എന്നാണോ പേര്, ആ ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ള പയ്യനല്ലേ, കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട്. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു അനുഭവം എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഫംഗ്ഷൻസിന് ചെല്ലുമ്പോഴും അവിടെ ചെല്ലുമ്പോഴും ഫ്രണ്ട്സിന്റെ വീട്ടിൽ ചെല്ലും എല്ലായിടത്തും എന്നെ എപ്പോഴും തിരിച്ചറിയുന്ന ആളുകളുണ്ട്. അതെന്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കലാകാരന്മാരെ എന്നും നെഞ്ചിലേറ്റുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നമ്മൾ മലയാളികളിൽ. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മുടെ പ്രിയപ്പെട്ട ഒരാളും കൂടിയാണെങ്കിൽ. അപ്പൂസിനെ പറ്റി പറയുമ്പോൾ എല്ലാ മലയാളികൾക്കും 100 നാവായിരിക്കും. നമ്മുടെ ഈ ബാദുഷയെ പറ്റിയാണെങ്കിൽ രണ്ടും ഒരാളായതുകൊണ്ട് തന്നെ. ഏതായാലും ബാദുഷയുടെ ഒരുപാട് കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ബാദുഷയ്ക്ക് എല്ലാവിധ ആശംസകളും നിങ്ങളുടെ പേരിൽ ഞാൻ അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.